തുടർച്ചയായി മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ റെഡ് അലേർട്ട് കാസർഗോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തുടർച്ചയായി മൂന്നാമത്തെ ദിവസം തന്നെ പ്രൊഫഷണൽ കോളേജുകളടക്കമുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാൽ കടലാക്രമണവുമായി ബന്ധപ്പെട്ട് ചില പ്രദേശങ്ങളിൽ വലിയ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ വൈകിട്ട് മുതൽ ജില്ലയിൽ എവിടെയും തന്നെ ശക്തമായ മഴയൊന്നുമില്ല. ആളുകൾക്കൊന്നും തന്നെ അപായമുണ്ടാകുന്ന അത്തരത്തിൽ ജീവനാശം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാലും കൃത്യമായ ആ ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. മലയോര മേഖലകളിലെ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രവേശനത്തിന് യാതൊരു തരത്തിലുള്ള നിരോധനങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ജാഗ്രത പാലിക്കുക എന്നത് അവിടെ എത്തുന്ന ഓരോ വിനോദസഞ്ചാരികളുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കടലോര മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ജലാശയങ്ങളോട് ചേർന്ന് നിന്നുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളും പ്രത്യേകമായി കരുതൽ വേണമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉള്ള അറിയിപ്പുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മഴയില്ല എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ കനത്ത മഴ പെയ്യാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ കുടയും റെയിൻകോട്ടും ഒക്കെയായി പുറത്തേക്ക് ഇറങ്ങുന്നതാവും ഉചിതം എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്. കാറ്റുണ്ടോ സാരംഗ് സുരേഷ്? പലയിടത്തും നമ്മൾ മറ്റുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ശക്തമായ കാറ്റുണ്ട്. കാസർഗോഡ് എങ്ങനെയാണ് അവസ്ഥ? മുൻകാലങ്ങളിലൊക്കെ തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് മഴയേക്കാൾ കൂടുതൽ ഭീഷണിയായി നിന്നിരുന്നത് കനത്ത കാറ്റായിരുന്നു. പ്രത്യേകിച്ച് കടലോര പ്രദേശത്തൊക്കെ തന്നെ വലിയ ഒരു ഭീഷണി ഉണ്ടാകുന്ന, വലിയ തോതിൽ മരങ്ങളൊക്കെ തന്നെ പൊട്ടി വീഴുന്ന, ഫയർഫോഴ്സിന് ഏത് സമയവും ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. മഴയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അനുബന്ധമായ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ജില്ലയിൽ ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും.